നോമ്പ് തുറക്കാനോ ഇല്ലെങ്കിൽ പെരുന്നാളിന് സെർവ് ചെയ്യാനോ ഇനി അതല്ല വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനോ പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാനോ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള നഫ്രത് ക സർബത്ത് ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം കുറച്ച് സബ്ജ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർക്കാം. കാച്ചി ചൂടാറി തണുപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ചേർക്കാം. അതേപോലെ മധുരത്തിന് വേണ്ടി ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ മധുരം അതുപോലെ നമുക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് തണുപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3, 4 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂവ് കുറച്ച് ചൂട് പാലിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കാച്ചുമ്പോഴാണെങ്കിലും ഈ സാഫ്രോൺ സ്ട്രാൻഡ് ഇട്ട് കാച്ചാവുന്നതാണ് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിന് മീതേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നഫ്രത് ക സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സമ്മർ ഡ്രിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ പെരുന്നാളിനോ നോമ്പ് തുറക്കാനോ എന്തിനായാലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.